ഹലോ ഫ്രണ്ട്സ്, GP ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു ക്യാബേജിൻ്റെ കറി ഉണ്ടാക്കാണ്ട്. ഞങ്ങൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണേ. കാരണം മോന് തേങ്ങ ഇട്ടതൊന്നും ഇഷ്ടമല്ല, തോരൻ കൂടുതലായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെറുതെ പച്ചമുളക് ഇട്ടിട്ട്, പച്ചമുളകാണ് പക്ഷെ കളറ് ചുവപ്പാണ് കേട്ടോ. അപ്പോൾ ചുവന്ന മുളക് ഇട്ടിട്ട് വെറുതെ വാഴ്ത്തി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം. എനിക്ക് അങ്ങനെ എന്താ ഇഷ്ടം, എനിക്ക് എരിവ് കൂടുതൽ ഇഷ്ടമല്ല, എന്തെല്ലാം മീഡിയമാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടാക്കി കടുകിട്ടു. അപ്പം അമ്മ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ കോള് വന്നുകൊണ്ട് അമ്മ ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ അവിടെ മുമ്പിലത്തെ മുറിയിൽ. സിദ്ധുക്കുട്ടനാണെങ്കിൽ കളിക്കാൻ വിട് ചേച്ചിയുടെ വീട്ടിൽ കളിക്കാൻ വിടുമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞതാണ് പോകാനായിട്ട്. അപ്പം അവൻ പോയില്ല. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയപ്പോഴേക്കും അവന് കൊണ്ടേ വിടുമെന്ന് പറഞ്ഞിട്ട് അവൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ കടുക് ഒരുവിധം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് കേട്ടോ. ഞങ്ങളിവിടെ വീട്ടിൽ പൊതുവേ എരിവൊക്കെ കുറവ് കഴിക്കുന്നവരാണ്. അമ്മയ്ക്കായാലും എരിവൊക്കെ കുറവാണ് ഇഷ്ടം. വെള്ളം വീണതിനകത്ത് പച്ചമുളക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ കടുകുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് ഞങ്ങൾ മുളകിട്ട് വെക്കും. ഇതേപോലെ പച്ചമുളകിട്ടും വെക്കാറുണ്ട്. കൂടുതലും പച്ചമുളകിട്ട് വെക്കണം, അല്ലെങ്കിൽ തോരൻ വെക്കും കേട്ടോ. ഞാൻ ക്യാബേജ് കഴുകി ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് വെച്ച്. ക്യാബേജ് അരിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഇലകൾ ഇങ്ങനെ മാറ്റിയാണ് അരിഞ്ഞത്. കാരണം അതിൻ്റെ അകത്ത് വല്ല പുഴുക്കളുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കൊത്തിയാണ് അരിയണത്. അപ്പം ഞാനിപ്പോൾ ഈ പ്രാവശ്യം എല്ലാം ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. കാരണം പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അകത്ത്. നമ്മളിങ്ങനെ കൊത്തി വരുമ്പോൾ അതും കൂടെ അതിൻ്റെ അകത്ത് കൂടെ അരിഞ്ഞു പോകുമെന്നുള്ള പേടിയിലാണ് കേട്ടോ. ക്യാബേജ് ഇട്ടപ്പോൾ തന്നെ ക്യാബേജിന് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല, വെറുതെ മുളക് ഇട്ടിട്ട് സാധാ കറിയാണ് ഉണ്ടാക്കണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നലെ പപ്പായ ആയിരുന്നു, അപ്പോൾ മരത്തിൽ നിന്ന് പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ പച്ചമുളക് ഇട്ടിട്ടാണ് വെച്ചത്. ഉപ്പിടട്ടെ കേട്ടോ. അമ്മയ്ക്ക് ഉപ്പൊക്കെ എല്ലാത്തിനും കുറവാണ് വേണ്ടത്. ഇനി നാടൻ വേപ്പില ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വേപ്പില എടുത്തിട്ട് വരാം. വരാവേ. അതിൻ്റെ അടുക്ക് പൂച്ച വന്നിരിപ്പുണ്ടതേ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ നട്ട ചെടികളൊക്കെ ഇവിടെ ഉണ്ടിട്ടാവേ. അമ്മ ഇവിടെ ചെടികളൊക്കെ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേപ്പില എടുക്കാൻ പോവാണ്. വേപ്പില കുറച്ച് മഴയുണ്ട്. അത് ഇവിടെ ചെറുതായിട്ട് കാറ്റും പൊടിയാൻ തുടങ്ങി. ഇപ്പം കാറ്റും വരുന്നുണ്ട് കേട്ടോ. തൽക്കാലത്തേക്കാണ് ഞാൻ എണ്ണ എടുക്കണത്. വേപ്പിലെടുത്ത് നാടൻ വേപ്പിലിടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. വേപ്പിലിട്ടു കേട്ടോ. അപ്പോഴേക്കും പുറത്ത് ആരോ വന്നു. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് വന്നത്. ഇപ്പം ഈ ക്യാബേജ് കറി കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പപ്പടവും തൈരും അച്ചാറും പിന്നെ ഞങ്ങളൊരു കൊണ്ടാട്ടം വറക്കൂട്ടോ, കപ്പ കൊണ്ടാട്ടം. അത് ഞാൻ കാണിച്ചു തരാവേ. അതും കൂടെ വറുത്ത് കഴിയുമ്പോൾ ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം. ഞാനിപ്പോൾ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല. നാടൻ രീതിയിൽ ഉപ്പും മുളകും വേപ്പിലയും നാടൻ രീതിയിലാണ് ഈ ക്യാബേജിൻ്റെ കറി ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്ക് ക്യാബേജ് കഴിയണവരെ നമുക്ക് കൊണ്ടാട്ടം വറക്കാവേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചുകൂട്ടെ. ഈ ചട്ടിക്ക് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഈ ചട്ടിയിൽ വറുത്ത് തിന്നണ കൊണ്ടാട്ടവും പപ്പടവും ഒക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ മുതൽ ഇപ്പോഴും ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വലിയ പാനൊന്നും അല്ലെങ്കിലും കളറില്ലെങ്കിലും
ആരോഗ്യത്തിനൊക്കെ നല്ലതാ. കാരണം ഇപ്പോൾ പറയുന്നില്ലേ പാനിലൊക്കെ വറക്കണ ആഹാരം കഴിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റാണോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഈ ചട്ടിയിൽ വറക്കുന്ന പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അന്ന് കളറും പോയിട്ടില്ല, ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ആദ്യം പപ്പടം വറക്കട്ടെ. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് തോന്നണേ. അതിൽ പപ്പടം ആദ്യം വറുത്തെടുക്കട്ടെ കേട്ടോ. പപ്പടം എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിക്കണം, അതാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. അമ്മയ്ക്ക് റെഡ് പപ്പടമാണ് ഇഷ്ടം, എനിക്ക് ഇച്ചിരി വൈറ്റ് കളറാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണല്ലോ. അപ്പോൾ ഞാൻ പപ്പടം വറുത്ത് കോരിയിട്ടാണ് കൊണ്ടാട്ടം വറക്കണത് കേട്ടോ. ഈ കപ്പ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ കപ്പപ്പൊടി ഇതേപോലെ മിക്സ് ചെയ്ത് വേവിച്ചിട്ട് വെയിലത്ത് ഉണക്കി എടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ കാസ്റ്റുകാരുടെ ഒരു പ്രത്യേക തരം കൊണ്ടാട്ടമാണ്. അപ്പം ഞാൻ കൂടുതൽ പപ്പടമാണ് വറുക്കുന്നത്. കപ്പക്കൊണ്ടാട്ടം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ കുറച്ച് വറുത്തിടുന്നുള്ളൂ കേട്ടോ. കാരണം പപ്പടം കുറേ വറുത്തിടുന്നതുകൊണ്ടാണ് കൊണ്ടാട്ടം കുറച്ച് ഞാൻ വറക്കണുള്ളൂ ഇപ്പോൾ. ഈ കൊണ്ടാട്ടം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്കിപ്പോൾ വേറെ ടേസ്റ്റുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ കൊണ്ടാട്ടം ചോറും കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറുണ്ണാം കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ കൊണ്ടാട്ടം വറുത്ത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ പോലെ പപ്പടവും പിന്നെ ചിലപ്പോൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും വറുത്ത് വയ്ക്കും കേട്ടോ. എണ്ണ വരും, അതുകൊണ്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റണേ. അതിൻ്റെ ഇടയ്ക്ക് സിദ്ധിക്കുട്ടൻ വന്നിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ അതെടുക്കും ഇതും എടുക്കും, കൈ പൊള്ളും എന്നൊക്കെ പറഞ്ഞ് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ വരരുത് എന്നല്ല, അവൻ അപ്പം തന്നെ വരും. ഉപകാരം ചെയ്യാൻ വരികയാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൈ ഒക്കെ പൊള്ളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയിടുകയൊക്കെ ചെയ്ത് വെക്കും. കാര്യമില്ല, പിള്ളേരും അങ്ങനെയാണേ. അപ്പം ഞാൻ പപ്പടം വറുത്ത് കഴിഞ്ഞ് അത്യാവശ്യത്തിന് ഇനി ഞാൻ കൊണ്ടാട്ടം വറുക്കുന്നത് കാണുള്ളൂ കേട്ടോ. എന്നാൽ അതും കൂടി ഇടും. ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോൾ ഇട്ടാൽ മതി. അപ്പോൾ കൊണ്ടാട്ടം അവൻ ഇടാന്നാണ് പറയുന്നത്. പതുക്കെ ഇടണം, കൈ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകരുത്. ഇതാണ് കപ്പ കൊണ്ടാട്ടം കണ്ടോ. പറയണതിന് മുമ്പ് ഇട്ടവൻ ഫസ്റ്റ് കാണിക്കുക കപ്പ കൊണ്ടാട്ടം എങ്ങനെയെന്ന് കാണിക്കുക അവർക്ക്, പ്രേക്ഷകർക്ക്. ഇതാണ് കപ്പ കൊണ്ടാട്ടം കണ്ട കാണിച്ചേ. വെയിലത്തിട്ട് പരത്തി എടുക്കണതാണ്. എണ്ണയിലിടുമ്പോഴേക്കും അത് ഇങ്ങനെ പൊങ്ങി വരും. നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പ കൊണ്ടാട്ടം. ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇത് ഉണക്കിയെടുക്കാനാണ്. പിന്നെ ഇതിൻ്റെ ഈ വേവിക്കുന്നതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ഉണ്ട്, അതനുസരിച്ച് വേണം മറക്കാൻ. മതി മോൻ, ഇത്രയും മതി. അത്രയും മതി, അത്രയും മതി, മതി മതി സിദ്ധു. ഞാൻ പറഞ്ഞില്ല പപ്പടം കുറെ വറുത്തോണ്ട് കൊണ്ടാട്ട് ഞാൻ കുറവാ വറക്കണത്. അപ്പൊ ഇന്നത്തെ കറി കപ്പ കൊണ്ടാട്ടം, പപ്പടം, ക്യാബേജ് തോരൻ, അച്ചാറ്. വേറെ ഇന്ന് തേങ്ങ അരച്ച കറി വെക്കാന്ന് വിചാരിച്ചാൽ പിന്നെ അത് വേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ വെച്ചില്ല. അപ്പോൾ കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞു കേട്ടോ. ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യമേ കുറച്ച് കണ്ണിമാങ്ങ ഫസ്റ്റ് ചോറ് വിളമ്പാം. നല്ല കുത്തരി ചോറാണേ. അപ്പോൾ ചോറ് വിളമ്പി, ഇതാണ് സിദ്ധിക്കുട്ടന് കുറച്ച് ചോറാണ് വിളമ്പിയേക്കണത്. അതേപോലെ ക്യാബേജ്, ഇതാണ് ക്യാബേജിൻ്റെ കറി. അവൻ കുറച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് കുറച്ച് ക്യാബേജിൻ്റെ കറി. കൊണ്ടാട്ടം, പപ്പടം വേണം, അച്ചാറ്.
സാമ്പാർ വിളമ്പട്ടെ കുറച്ച്. ഞാൻ അപ്പൊ ചോറ്, ക്യാബേജ് തോരൻ എടുത്തു, പപ്പടം എടുത്തു, ഇനി കുറച്ച് സാമ്പാർ. അപ്പം ഇതാണ് ഇന്നത്തെ ഊണട്ടോ. പുറത്ത് നല്ല മഴയും പൊടിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. സിമ്പിൾ ബട്ട് ടേസ്റ്റി ഫുഡാണ്. ഞാൻ സിദ്ധിക്കട്ടിയുടെ ചോറ് കഴിക്കാം കേട്ടോ. അമ്മ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ എന്നാ പറഞ്ഞത്. എനിക്ക് വിശക്കാൻ തുടങ്ങി കഴിക്കാൻ. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ കപ്പ കൊണ്ടാട്ടും കണ്ട ഇങ്ങനെ ചോറിട്ടിട്ട് അതിൽ ചോറിട്ടിട്ട് ക്യാബേജ് ഇട്ടിട്ട് നമ്മൾ പാനിപ്പൂരി കഴിക്കണ പോലെയാണ് കഴിക്കും. കണ്ടതേ ചോറിൻ്റെ. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.